Hi students, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അലോപ്പതി മെഡിസിൻസ്, ആയുർവേദ മെഡിസിൻസ്, യുനാനി, സിദ്ധ, യോഗ ആൻഡ് നാച്ചുറൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിൻസിനെ കുറിച്ചിട്ടും അതിൻ്റെ സിസ്റ്റത്തിനെ കുറിച്ചിട്ടും ആ ഒരു പ്രാക്ടീസ് എടുക്കണമെങ്കിൽ അവരുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു എലിജിബിലിറ്റിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ചില മേജറായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലേഔട്ട്സ് ഉണ്ട്, മേജർ ലേഔട്ട്സ് ഉണ്ട്. അപ്പം ആ ലേഔട്ട്സിൽ അവരുടെ മീൻസ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ലേഔട്ട് അത് എവിടെയാണ് ലൊക്കേഷൻ ചെയ്തിരിക്കുന്നത്, അത് എങ്ങനെയൊക്കെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേജറായിട്ടുള്ള ഫങ്ഷൻസും ലൊക്കേഷൻസും ലേഔട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം എന്താണെന്നുള്ളത്. ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊക്യൂറിംഗ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് മെഡിസിൻ, manufacturing and compounding a limited number of formulation, patient education, adverse drugs event monitoring, serve as a source of drug information to physician, pharmacist, patient and other healthcare professionals. Ultimate aim, quality services at affordable cost, implementing decision of P&T committee, designing of renewing formulary, essential drug list, carry out research and participate in the evolution of new drugs, in service training of pharmacy students. അപ്പം ഇവരുടെ ആദ്യത്തെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെഡിസിൻസ് സ്റ്റോർ ചെയ്ത് പ്രൊക്യൂർ ചെയ്ത് നമ്മുടെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഒരു പേഷ്യൻസിന് ഡിസ്പെൻസ് ചെയ്യുന്നതാണ് അവരുടെ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാനുഫാക്ചർ ചെയ്യുക, കോമ്പൗണ്ടിങ്, ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഫോർമുലേഷനിൽ ഈ മെഡിസിൻസും കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്ത് കോമ്പൗണ്ട് ചെയ്യുക. ഈ മെഡിസിൻസും കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു ഫാർമസിസ്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഫാംഡി ആണ്, ഡോക്ടർ ഓഫ് ഫാർമസിയാണ്. അപ്പം അങ്ങനെ കഴിഞ്ഞ അല്ലെങ്കിൽ ആ ഒരു എലിജിബിലിറ്റി ഉള്ള ഒരു ഫാർമസിസ്റ്റ് മാത്രമാണ് നമ്മുടെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യാനും കോമ്പൗണ്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ. പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ നമുക്കറിയാം, നമ്മളൊരു ഫാർമസിയിൽ പോകുന്ന സമയത്ത് ഫാർമസിസ്റ്റ് എന്താണ് നമുക്ക് മരുന്നും കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ട് നമ്മളോട് പറയില്ലേ, ഇത് ഇത്ര നേരം, ഇത് രാവിലെ കഴിക്കാം, മറ്റേത് ഉച്ചയ്ക്ക് കഴിക്കുക, അല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക, അങ്ങനെയുള്ള ഓരോ മെഡിസിൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമുക്ക് പറഞ്ഞു തരും അല്ലേ. അങ്ങനെയുള്ള ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ എന്ന് പറയുന്നത് അഡ്വേഴ്സ് ഡ്രഗ് ഇവൻറ്റ് മോണിറ്ററിങ്. അപ്പം നല്ല ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് മോണിറ്റർ ചെയ്യാനുള്ള ഒരു കഴിവും, കാരണം നല്ല രീതിക്കുള്ള പാക്കാണോ ലേബലാണോ അതിനകത്ത് വേറെ എന്തെങ്കിലും ഫ്ലിഫ്രേജ് വന്നിട്ടുണ്ടോ, ഡ്രഗ് ഫ്ലിഫ്രേജ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ഫാർമസിസ്റ്റിനാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സെർവ്സ് ആസ് എ സോഴ്സ് ഓഫ് ഡ്രഗ് ഇൻഫോർമേഷൻ ടു ഫിസിഷ്യൻ, ഫാർമസിസ്റ്റ്, പേഷ്യൻ്റ് ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. നമ്മുടെ എന്താണ് ഡ്രഗ്സിൻ്റെ ഇൻഫോർമേഷനെ കുറിച്ചിട്ട് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം, ഫാർമസിസ്റ്റിൻ്റെ സ്റ്റാഫ്സിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം, പേഷ്യൻസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം, അതേപോലത്തെ ബാക്കിയുള്ള ഹെൽത്ത് കെയർ ആയിട്ടുള്ള പ്രൊഫഷണലിൽ നിൽക്കുന്ന ആൾക്കാരോട് മൊത്തം ഇത് മീൻസ് ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞു കൊടുക്കണം, ഒരു ഫാർമസിസ്റ്റ് പറഞ്ഞു കൊടുക്കണം. ഇവരുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഓഫ് സർവീസസ്, അത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റിൽ നല്ല ക്വാളിറ്റി ഓഫ് സർവീസസ് കൊടുക്കാൻ ഇവർക്ക് കഴിയണം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് P&T കമ്മിറ്റി. P&T കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു കമ്മിറ്റിയാണ്. നിങ്ങൾ റെസ്റ്റ് ഓഫ് ദ ടോപ്പിക്സിൽ നിങ്ങളത് പഠിക്കും. അതാണ് ഈ ഒരു ഫാർമസിസ്റ്റിൽ എന്തൊക്കെ ഡ്രഗ്സ് കൊടുക്കണം, എങ്ങനെയൊക്കെ ഏതൊക്കെ സൈഡിൽ ഇംപ്ലിമെൻറ്റേഷനും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണം എന്നുള്ളത് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസൈനിങ് ഓർ റിന്യൂവിങ് ഫോമുലാരിറ്റി, എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യണം, ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഫോമുലേറ്റ് ചെയ്ത് അത് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളും ഉത്തരവാദിത്വം ഒക്കെ ഒരു ഫാർമസിസ്റ്റിൻ്റെയാണ്. പിന്നെയെന്ന് പറയുന്നത് ക്യാരി ഔട്ട് റിസർച്ച് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇവല്യൂഷൻ ഓഫ് ന്യൂ ഡ്രഗ്സ്. നമ്മുടെ എന്തൊക്കെ ന്യൂ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ നല്ല രീതിക്ക് ലേബിൾ ചെയ്ത് പാക്ക് ചെയ്ത് എല്ലാം ഒരു ക്ലിയർ ആൻഡ് കട്ടായിട്ട് വെക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ഫാർമസിസ്റ്റിൻ്റെയാണ്. പിന്നെയെന്ന് പറയുന്നത് ഫാർമസി സ്റ്റുഡൻസിന് നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ ഫ്യൂച്ചറിലേക്ക് അവർക്കൊരു എന്താ പറയുക ഹോസ്പിറ്റലിനൊരു നീഡഡ് ആയിട്ട് വരാനുള്ള രീതിയിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ഫാർമസിസ്റ്റിൻ്റെയാണ്.
ഇതാണ് ഒരു ഫാർമസിസ്റ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഫങ്ഷൻ ഏരിയ, ഈ ഫാർമസിസ്റ്റിൻ്റെ ഫങ്ഷൻ ഏരിയാസ് 4 ടൈപ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡിസ്പെൻസിങ് ഏരിയ, രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഏരിയ, മൂന്നാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, നാലാമത്തെ സ്റ്റോറേജ് ഏരിയ. ഇങ്ങനെ 3 ഏരിയ ഫങ്ഷൻസ് ഒരു ഫാർമസിയിലുണ്ട്. അപ്പം അതിനകത്ത് ഡിസ്പെൻസിങ് ഏരിയ എന്ന് പറയുന്നത് പേഷ്യൻസ് മരുന്നിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ഏരിയനെയാണ് എന്തെന്ന് പറയുന്നത് ഡിസ്പെൻസിങ് ഏരിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പേഷ്യൻസിന് മരുന്ന് ഡിസ്പെൻസ് ചെയ്യുക, കാരണം പേഷ്യൻസിന് മരുന്ന് കൊടുക്കുക, ആ ഒരു കൗണ്ടറിനെയാണ് എന്തെന്ന് പറയുന്നത് ഡിസ്പെൻസിങ് ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഏരിയ. പ്രിപ്പറേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, മരുന്ന് ഉണ്ടാക്കുക. മീൻസ് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും ഉള്ളത് ഡോക്ടർ ഓഫ് ഫാർമസി എടുത്ത അല്ലെങ്കിൽ ഫാം ഡി എടുത്ത ഒരു വ്യക്തിക്ക് മാത്രമാണ് മരുന്നിനെ കുറിച്ച് ഉള്ള മോളിക്യൂൾസും കാര്യങ്ങളൊക്കെ ചെയ്ത് കെമിക്കലി അത് ഫോമുലേറ്റ് ചെയ്ത് ഒരു ക്യാപ്സ്യൂളാക്കി മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അതേപോലെ തന്നെ പാക്കിംഗ് ലേബിളും, കാരണം നമ്മുടെ സപ്ലൈസ് കൊണ്ടുവന്ന മരുന്ന് പാക്ക് ചെയ്ത് അത് നല്ല രീതിക്ക് ലേബിൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഈ ഒരു പ്രിപ്പറേഷൻ ഏരിയയിലുള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹാൻഡ് വാഷ് ഫെസിലിറ്റി. നമ്മുടെ ഈ കെമിക്കൽ മീൻസ് നമ്മൾ ഈ മരുന്നും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ലേബിൾ ചെയ്ത് നമ്മുടെ മീൻസ് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അല്ല, നമുക്ക് ആ ഡ്രഗ്സിൽ എന്തെങ്കിലും കൈയൊക്കെ കഴുകണമല്ലോ. നമ്മൾ ഈ പാക്കൊക്കെ ചെയ്ത് നമ്മുടെ പൊടിയും മണ്ണൊക്കെ ആവില്ലേ കയ്യിൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് സീലിൻ്റെ പശയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യമാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു ഹാൻഡ് വാഷ് ഫെസിലിറ്റിയും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു പ്രിപ്പറേഷൻ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചീഫ് ഫാർമസി ഓഫീസർ അവിടെ ഉണ്ടാവും. ഒരു ചീഫ് ഫാർമസി ഓഫീസർ അവിടെ ഉണ്ടാവും. രണ്ടാമത്തേന്ന് പറയുന്നത് ഒരു കോൺഫറൻസ് റൂം ഉണ്ടാവും, കാരണം അവരുടെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫറൻസ് റൂം അവിടെ ഉണ്ടാവും. എവിടെ? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ വിസിറ്റേഴ്സ്, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ്, സെയിൽസ്മാൻസ് അവരൊക്കെ വന്ന് ഇരിക്കുന്ന, കാരണം മരുന്നിനെ കുറിച്ചിട്ട് കൊടുക്കാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സപ്ലൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ഏരിയ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഒരു സ്റ്റാഫ് ഫെസിലിറ്റീസ് ഉണ്ടാവും. സ്റ്റാഫിന് അവരുടെ ബാഗോ അല്ലെങ്കിൽ അവരുടെ എസെൻഷ്യൽ എന്തെങ്കിലും തിങ്സോ കാര്യങ്ങളോ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ലോക്കേഴ്സും ഒരു ടോയ്ലറ്റും എവിടെ ഉണ്ടാവും? ഒരു സ്റ്റാഫ് ഫെസിലിറ്റീസിൽ ഉണ്ടാവും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റോറേജ് ഏരിയ. സ്റ്റോറേജ് ഏരിയ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് സ്റ്റോറേജ് ഉണ്ടാവും. ആക്റ്റീവ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് നമ്മൾ മരുന്ന് പറയുമ്പോൾ അത് എടുത്തു കൊടുത്ത് അത് പെട്ടെന്ന് തന്നെ ഡീലാക്കുന്ന അതിനെയാണ് എന്തെന്ന് പറയുന്നത് ആക്റ്റീവ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താ, റെഫ്രിജറേറ്റഡ് സ്റ്റോറേജ്. റെഫ്രിജറേറ്റഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കൂളിങ്ങിൽ വെക്കുന്ന, മീൻസ് കൂളിങ്ങിൽ വെച്ച് കുറച്ച് ടൈം എടുക്കും. നമ്മൾ സിറപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും കൂളിങ്ങിൽ വെക്കും. ചില കെമിക്കൽ കോമ്പൗണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൂളിങ്ങിൽ വെക്കും. അങ്ങനെ റെഫ്രിജറേറ്ററിൽ വെച്ച് സ്റ്റോർ ചെയ്യുന്ന മെഡിസിൻസ് അതിനെയാണ് എന്തെന്ന് പറയുന്നത് റെഫ്രിജറേറ്റഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ 2 ഏരിയാസാണ് ഒരു മീൻസ് 2 സ്റ്റോറേജ് ഏരിയാസാണ് ഒരു ഫാർമസിയിൽ ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ഫാർമസിയുടെ ഇംപ്ലിമെൻറ്റേഷനും പ്ലാനിങ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ പേരെന്താണ്? PTC കമ്മിറ്റിയാണ്. അപ്പോൾ PTC കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. മീൻസ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ എയിം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എയിം എന്താണ്? ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് പേഷ്യൻ്റ് കെയർ. നല്ല ക്വാളിറ്റി ഓഫ് പേഷ്യൻ്റ് കെയർ നമ്മൾ ആർക്ക് കൊടുക്കണം? ഈ ഒരു പേഷ്യൻസിന് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം? നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യണം. അതാണ് ഇവരുടെ ആദ്യത്തെ എയിം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എയിം എന്ന് പറയുന്നത് വെരി എഫക്റ്റീവ് ഇൻ സേഫ് ഗാർഡിങ് ആൻഡ് പ്രൊമോട്ടിങ് എഫിഷ്യൻറ്റ് ആൻഡ് റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സ്. നല്ല എഫിഷ്യൻ്റായിട്ട് എല്ലാ മരുന്നും കാര്യങ്ങൾക്ക് നല്ല രീതിക്ക് എന്താ പറയുക ഗൈഡ് ചെയ്ത്, അതേപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളൊരു എയിമും കൂടി ഇവർക്കുണ്ട്. ഇനി ഇവരുടെ മെമ്പേഴ്സ് എന്നാണ് ഈ P&TC കമ്മിറ്റിയുടെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ളത്. ആദ്യത്തെ മെമ്പർ എന്ന് പറയുന്നത് ഒരു ഫിസിഷ്യൻ ഉണ്ടാവും. ഫിസിഷ്യൻ എന്ന് പറയുന്നത് ഒരു ഡോക്ടറിനെയാണ്. അപ്പം ഫിസിഷ്യൻ ഉണ്ടാവും, പിന്നെ ഒരു സർജൻ ഉണ്ടാവും, പിന്നെ അതേപോലെ തന്നെ ഒരു നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ടാവും, പിന്നെ ഫാർമസിസ്റ്റിൻ്റെ ഹെഡ് ഉണ്ടാവും, പിന്നെ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു അഡ്മിനിസ്ട്രേറ്റർ സ്റ്റാഫ് ഉണ്ടാവും, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു HR മാനേജർ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ഒരു മെഡിക്കൽ സൂപ്രണ്ട് ആയിരിക്കും ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇത്രയും മെമ്പേഴ്സാണ്
PTC കമ്മിറ്റിയിൽ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് PTC ആണ്. ഫങ്ഷൻസ് ഓഫ് PTC എന്ന് പറയുന്നത് സർവീസസ് ഇൻ ആൻ അഡ്വൈസറി കപ്പാസിറ്റി ടു ദ ക്ലിനിക്സ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഡ്രഗ്സ് റിലേറ്റഡ് മാറ്റർ. അപ്പോൾ നമ്മളെന്താണ് ഒരു PTC അഡ്വൈസറി കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു PTCയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ എത്ര കപ്പാസിറ്റിക്ക് അനുസരിച്ച് ആ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യണം, ക്ലിനിക്കലി ഇഷ്യൂ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഒരു PTC കമ്മിറ്റിയാണ്. അതേപോലെ തന്നെ ഈ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഇതെങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മുടെ PTC കമ്മിറ്റിയാണ്. പിന്നെ അതേപോലെ തന്നെ എഫിഷ്യൻ്റായിട്ട് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഫോമുലേറ്റ് ചെയ്യുന്നതും ഒരു PTC കമ്മിറ്റിയാണ്. അതേപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് കൊടുക്കുന്നത്, നല്ല ട്രീറ്റ്മെൻറ്റ്, ക്വാളിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഡ്രഗ്സിൻ്റെ സൈഡ് ഇഫക്ട്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഡേറ്റഡ് ആണോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഡേറ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതും ഒരു PTC ആണ്. അതേപോലെ തന്നെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, നമ്മുടെ ഡ്രഗ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതും ഒരു ഫങ്ഷൻസ് ഓഫ് PTC ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡ്രഗ് ലിഫറേജ് ആണ്. ഡ്രഗ് ലിഫറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്നത്തെ മാർക്കറ്റിലൊക്കെ ഒരുപാട് മെഡിസിൻസിൻ്റെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ്സ് വരും. അതേപോലെ തന്നെ കുറേ മെഡിസിൻസ് ഒക്കെ കാണാണ്ട് പോകും. ചിലപ്പോൾ അതൊക്കെ സ്റ്റാഫ്സ് തന്നെ ആയിരിക്കും എന്തെങ്കിലും പർപ്പസസിന് വേണ്ടി, വീട്ടിൽ കുഞ്ഞിനോ അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും പനിയൊക്കെ ആണെങ്കിൽ ഒരു ഫാർമസിസ്റ്റിൽ നിൽക്കുന്ന ആൾ തന്നെയായിരിക്കും ചിലപ്പോൾ ആ ഡ്രഗ്സ് എടുത്തിട്ട് പോകുന്നത്. നമുക്കതൊന്നും അറിയാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള ഡ്രഗ്സ് ലിഫറേജും കാര്യങ്ങളൊക്കെ എങ്ങനെ മാറ്റാം, മീൻസ് എന്തൊക്കെ ഒരു പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ വന്നാലാണ് നമ്മുടെ ഈ ഡ്രഗ് ലിഫറേജ് ഇല്ലാണ്ടാവും ഒരു ഫാർമസീസ് എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. അപ്പം അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് പർച്ചേസ് ഡ്രഗ്സ് ബൈ ജനറിക് നെയിം. നമ്മളൊരു ഡ്രഗ്സ് അല്ലെങ്കിൽ നമ്മളൊരു മെഡിസിൻസ് വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ജനറിക് നെയിം നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡ്രഗ് ലിഫറേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിക്കുക അല്ലെങ്കിൽ മോഷണം പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ആളെടുത്തുനിന്ന് ഡ്രഗ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ജനറിക് നെയിം നമ്മൾ നോക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ ഡ്രഗ്സും സിറപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പാക്കിങ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ സ്റ്റാമ്പ് ഉണ്ടോ, പാക്കിങ്ങിൽ സ്റ്റാമ്പ് ഉണ്ടോ, അല്ലെങ്കിൽ സ്ട്രിപ്സ് ഉണ്ടോ, സ്ട്രിപ്സിലും ബോട്ടിൽസിലും നല്ല രീതിക്ക് പാക്ക് ചെയ്യുന്ന ഒരു സ്റ്റാമ്പ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെ അതേപോലെ തന്നെ സ്റ്റീല് നമ്മുടെ എന്താ പറയുക മീൻസ് സ്റ്റീൽ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ സീൽ ഉണ്ടാവുമല്ലോ, നമ്മുടെ ഓരോ മെഡിസിൻസിനും ഓരോ സിറപ്സിനും കാര്യങ്ങൾക്കൊക്കെ സീല് വെക്കും. ആ സീല് ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുന്നേ ഓപ്പൺഡ് ആണോ എന്നുള്ളത് ഓപ്പൺഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു PTC ആണ്. അതേപോലെ തന്നെ സെക്യൂരിറ്റി ചെക്സ്, നല്ല രീതിക്കുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു PTC ആൻഡ് കമ്മിറ്റിക്കാണ്. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ, നമ്മുടെ ഈ ഫാർമസിയിലെ ആൾക്കാരിങ്ങനെ മെഡിസിൻസും കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻസ് സ്റ്റാഫിന് കൊടുക്കുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡ്രഗ് ലിഫറേജ് ഒരു ഫാർമസിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഇടയ്ക്കൊക്കെ നമുക്ക് ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും ഏതൊരു ഹോസ്പിറ്റലിലാണെങ്കിലും ചില മാനേജ്മെൻറ്റ് ഇഷ്യൂസും അല്ലെങ്കിൽ ചില സമയത്ത് മാനേജറിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതെങ്ങനെയൊക്കെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ഗോൾ എന്താണ്, ഒരു ഹോസ്പിറ്റലിലെ ഗോൾ എന്താണ്, ഒരു ഹോസ്പിറ്റലിലെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലോ റെഗുലേഷൻ. നമ്മൾ സെൻട്രൽ ലോയും സ്റ്റേറ്റ് ലോയും അതേപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം നല്ല രീതിക്ക് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ നല്ല രീതിക്ക് പാലിക്കുക. അങ്ങനെയാണെങ്കിൽ മാനേജറിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരില്ല. അതേപോലെ തന്നെ ഏതൊക്കെ ഇഷ്യൂസ് മീൻസ് ഏതൊക്കെ സംഭവങ്ങളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങളിൽ നമ്മളതൊരു മുൻകൂറായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊക്യൂഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഡ്രഗ്സിൻ്റെ കോസ്റ്റ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മാനേജ്മെൻറ്റ്, കാരണം നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് പറയും നിങ്ങൾ എന്ത് വിലയാണ് നിങ്ങളുടെ മരുന്നിനും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അടി ഉണ്ടാക്കുന്ന
സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ ഹോസ്പിറ്റലും. അപ്പം അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിക്കും അതേപോലെ തന്നെ പേഷ്യൻറ്റിന് ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിക്കും നമ്മൾ എന്ത് ചെയ്യണം, ഈ മരുന്ന് കാര്യങ്ങളൊക്കെ ഒരു അഫോർഡബിൾ കോസ്റ്റിൽ കൊണ്ടുവരിക. പിന്നെ അടുത്തത് പറയുന്നത് നമ്മുടെ സ്റ്റാഫിന് നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യണം. നമ്മളിങ്ങനെ ഒരു സ്റ്റാഫിനെയും അവിടെ നമ്മൾ എപ്പോഴും ഇപ്പോൾ ഏതൊരു സ്റ്റാഫാണെങ്കിലും വർക്കിൽ നല്ലപോലെ ഇൻവോൾവ് ആവുകയാണെങ്കിൽ അവർക്ക് വേറൊരു കാര്യത്തിനും ടൈം ഉണ്ടാവില്ല അല്ലേ. ഗോസിപ്സും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ട് അവർക്ക് ടൈം ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഉള്ള ഒരു ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്റ്റാഫ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അവരെ നല്ല രീതിക്ക് അവരെ വർക്ക് ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജോബ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു ബോധം ഉണ്ടാവണം. നമ്മൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്ത ഒരു ജോബ് എന്ന് പറയുന്നത് അത് ആ വ്യക്തിക്ക് അതിനകത്ത് നന്നായിട്ട് ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു ഡെസിഗ്നേഷനിൽ നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ ആ വ്യക്തിനെ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അടുത്തെന്താണ് ഈ ഡ്രഗ് പ്രിവിലേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് മെത്തേഡും പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുത്താൽ അതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് മാനേജറിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ ലൊക്കേഷനാണ്. ഓക്കെ, ഇവരുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആസ് ദ ഫാർമസി സെർവ്സ് ബോത്ത് ഇൻ പേഷ്യൻറ്റ് ആൻഡ് ഔട്ട് പേഷ്യൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് സിറ്റിംഗ് ആൻഡ് ലൊക്കേഷൻ നീഡ്സ് ടു ബി എ കെയർഫുൾ കോൺസെൻട്രേഷൻ. ഒരു ഫാർമസി സർവീസസിൽ എന്താണ്, ഇൻ പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്കും ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്കും എന്താണ് ഒരുപോലെ അവർ സർവീസസ് കൊടുക്കും ഒരു ഫാർമസിയിൽ. ഓക്കെ, ഇറ്റ് ഷുഡ് ബി സിറ്റുവേറ്റഡ് ദാറ്റ് ഔട്ട് പേഷ്യൻറ്റ് ഹാവ് ടു ബി റെഡി ടു ആക്സസ്. നമ്മളെന്താണ് നമ്മുടെ ഒരു ഫാർമസി ലൊക്കേറ്റ് ചെയ്യേണ്ടത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ള ഇവിടെ ഔട്ട് പേഷ്യൻ്റ് പേഷ്യൻസ് വരുമ്പം, കാരണം ഹോസ്പിറ്റലിൽ പുറത്ത് നിന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുന്ന വ്യക്തികളെ നല്ല രീതിക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്യണം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, വാർഡ്സ് ഇൻ പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ എവിടെയാണ് കിടക്കുക, നമ്മുടെ ജനറൽ വാർഡിലൊക്കെ ആയിരിക്കില്ലേ കിടക്കുക. അപ്പോൾ ആ വരുന്ന വാർഡിൽ നിന്ന് വരുന്ന സ്റ്റാഫ്സിന് പെട്ടെന്ന് വന്ന് മരുന്ന് വാങ്ങിക്കാൻ പറ്റുന്ന രീതിക്ക് ഫാർമസി ലൊക്കേറ്റ് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ പുറത്തുനിന്ന് നമ്മുടെ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വരില്ലേ, നമ്മുടെ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ സപ്ലയേഴ്സ് വരും മരുന്ന് മേടിക്കാൻ വേണ്ടി. അപ്പം ആ വരുന്ന ആൾക്കാർക്ക് എന്താണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിക്ക് വേണം ഈ ഒരു ഫാർമസിയുടെ ലൊക്കേഷൻ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഫാർമസി ലൊക്കേറ്റ് ചെയ്യുന്നത് മെയിനായിട്ടെന്ന് പറയുന്നത് നമ്മുടെ തിക്കും തിരക്കുള്ള സ്ഥലത്ത് തന്നെ ആയിരിക്കും അല്ലേ. അപ്പം അത് മെയിൻലി വരുന്നത് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. ഫാർമസി എപ്പോഴും ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത്. അതെന്തായിരിക്കും, ലിഫ്റ്റിൻ്റെയും വാർഡിൻ്റെയും ഒക്കെ അടുത്തായിരിക്കും ഈ ഫാർമസിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഫാർമസിസ്റ്റിൻ്റെ സ്റ്റാഫിങ്, എങ്ങനെയാണ് ഒരു ഫാർമസിയിൽ സ്റ്റാഫിനെ നിയമിക്കുക, മീൻസ് എന്തായിരിക്കും അവർ അപ് ടു ഡൗൺ എങ്ങനെയായിരിക്കും സ്റ്റാഫിങ് നടത്തുക എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പം ആദ്യം എന്താ ചെയ്യുക, ഒരു ചീഫ് ഫാർമസിസ്റ്റ് ഉണ്ടാവും. അവിടുത്തെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചീഫ് ഫാർമസിസ്റ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ഉണ്ടാവും. കാരണം നമ്മുടെ സർട്ടിഫിക്കേഷനൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറിനോ നേഴ്സിനോ ഫാർമസിസ്റ്റിനൊക്കെ എന്താണ് ഒരു രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവർക്കൊരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങാനോ അല്ലെങ്കിൽ അവർക്കൊരു ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്യാനോ പറ്റില്ല. അപ്പം അതേപോലത്തെ ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ഉണ്ടാവണം. അതേപോലെ തന്നെ ഫാർമസിയിൽ ഒരു സ്റ്റോക്ക് കീപ്പർ ഉണ്ടാവണം, എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യുന്ന ഒരാളുണ്ടാവണം. അതേപോലെ തന്നെ ഫാർമസിയിൽ ഒരു ക്ലർക്ക് ഉണ്ടാവണം. ഇത്രയും ആൾക്കാരാണ് ഒരു ഫാർമസിയിൽ സ്റ്റാഫിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഫാർമസിയുടെ ലേഔട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് CSSD ആണ്. CSSD എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റെറിലൈറ്റ് സപ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റിലാട്ടോ. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ലേഔട്ടും കാര്യം ഞാനിപ്പോൾ പറഞ്ഞില്ലേ, കുറച്ച് മേജർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലേഔട്ട്സ് നമ്മൾ പഠിക്കുന്നു. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫുള്ള് വരുന്നത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. നിങ്ങളതൊരിക്കലും ക്ലാഷ് ആവരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. മെഡിക്കലും സപ്പോർട്ടീവ് അഡ്മിനിസ്ട്രേറ്റീവ്. മെഡിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കാഷ്വാലിറ്റി, ഔട്ട് പേഷ്യൻറ്റ്, അങ്ങനെയുള്ള കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സാണ് മെഡിക്കലിൽ വരുന്നത്. ഇതെന്ന് പറയുന്നത് സപ്പോർട്ട്, കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഓൾറെഡി അറിയാം, HR, ഫ്രണ്ട് ഓഫീസ്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സ്. അപ്പോൾ നമ്മളിപ്പം CSSD ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ CSSD എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റെറിലൈറ്റ് സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, സെൻട്രൽ സ്റ്റെറിലൈറ്റ് സപ്ലൈ ഡിപ്പാർട്ട്മെൻ്റ് ആണ് CSSD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. The CSSD centralize the sterilite processing activities
in which reusable medical device and surgical instruments and equipments are processed and issued for diagnostic and patient care procedures. And in addition of the professional expertise employed in CSSD is not only to manage efficient economy and patient safety but also to maintain constant high standards for sterilization techniques and decontamination process quality throughout the hospital. The Central Sterilized Supply Department within an hospital receives, stores and sterilizes and distributes to all the departments including the wards, outpatient department and other special unit such as operating theatre. It is also responsible for economic and effective utilization of equipment resources of the hospital under controlled supervision. അപ്പം CSSDയുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് CSSD എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വരുന്ന ഒരുപാട് ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. സിസേഴ്സ്, ബോൺ മാരോ ആസ്പിരേഷൻ നീഡിൽ, അങ്ങനെ നമ്മുടെ സർജിക്കൽ പ്രൊസീജിയേഴ്സിന് യൂസ് ചെയ്യുന്ന ഒരുപാട് ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എന്താ പറയുക, നമ്മളിപ്പം നമ്മുടെ എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ തോർത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് പുഴുങ്ങിയെടുക്കും അല്ലേ, അതിൽ അണുക്കളും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇവരെന്ത് ചെയ്യും, ഈ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നല്ല രീതിക്ക് സ്റ്റെറിലൈസ് ചെയ്തെടുക്കും. എന്താണ് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിസിൻഫെക്റ്റ് ചെയ്ത് നല്ല രീതിക്ക് സ്റ്റെറിലൈസ് ചെയ്ത് അത് പാക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഡിസ്പെൻസ് ചെയ്യും. ഇതാണ് ഒരു CSSD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫാർമസീനെ കുറിച്ചും പഠിച്ചു, അതേപോലെ തന്നെ CSSD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻട്രോയിനെ കുറിച്ചും പഠിച്ചു. അപ്പം അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ ലൊക്കേഷൻസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.